ഒരു നദീതീരത്ത് രണ്ട് മരങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പക്ഷി വന്ന് ആദ്യത്തെ മരത്തോട് ചോദിച്ചു, ഞാൻ മുട്ടയിടാൻ പോവുകയാണ്, മഴയും വരാനിരിക്കുകയാണ്, ഞാൻ നിന്റെ കൊമ്പത്ത് ഒരു കൂട് കൂട്ടിക്കോട്ടെ? മരം അത് നിരസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇല്ല, എന്റെ കൊമ്പിൽ കൂട് കൂട്ടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. പക്ഷിക്ക് വലിയ വിഷമമായി. അത് അടുത്ത മരത്തോട് പോയി ചോദ്യം ആവർത്തിച്ചു. ആ മരം പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ കൂടുകൂട്ടാൻ അനുവദിച്ചു. അങ്ങനെ പക്ഷി രണ്ടാമത്തെ മരത്തിൽ കൂടുകൂട്ടുകയും മുട്ടയിടുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം അതിശക്തമായ മഴയുണ്ടായി. ആദ്യത്തെ മരം കടപുഴകി വീഴുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പക്ഷി മരത്തിനോട് ചോദിച്ചു, എനിക്ക് അഭയം നൽകാതിരുന്നതിന്റെ ഫലം ഇപ്പോൾ നിനക്ക് കിട്ടിയില്ല. ഞാൻ നിന്നോട് എത്രമാത്രം സ്നേഹത്തിലാണ് ഒരു കൂട് വെക്കാൻ അപേക്ഷിച്ചത്, എന്നാൽ നീ അഹങ്കാരത്തിൽ അത് നിരസിച്ചു. നിന്റെ പാപത്തിന്റെ ഫലം ഇപ്പോൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പുഞ്ചിരിയോടെ ആ മരം പ്രതികരിച്ചു, ഞാൻ വാർദ്ധക്യത്തിലെത്തിയെന്നും എൻ്റെ വേരുകൾ ദുർബലമായെന്നും ഈ മഴക്കാലം കടന്നു പോകാൻ ഞാൻ ശക്തനല്ലെന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ കടപുഴകി വീഴുമ്പോൾ നിന്റെ മുട്ടകളും കൂടുമൊക്കെ വെള്ളത്തിലാകാതിരിക്കാനാണ് നീ കൂടുവെക്കാൻ അവസരം ചോദിച്ചപ്പോൾ ഞാൻ അത് നിരസിച്ചത്. ഇത് കേട്ട പക്ഷിക്ക് വലിയ സങ്കടമായി. അവൾ പശ്ചാത്താപത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ചിലപ്പോൾ ഇല്ല എന്ന മറുപടിയിലാണ് നമ്മുടെ നന്മ ഒളിഞ്ഞിരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ സ്വന്തം ഭാഗം മാത്രം ചിന്തിക്കുന്നത് തെറ്റായ രീതിയാണ്.